ദൈവനാമം മഹത്വമെടുക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ കുറച്ച് വചനങ്ങളുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. നമ്മുടെ കർത്താവ് വചനത്തിലൂടെ നമ്മളോട് ഇടപെടുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ദൈവവചനത്തിൽ കൂടെ നമുക്ക് നൽകുന്നുണ്ട്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന ട്രയൽസ് ആൻഡ് ടെംപ്റ്റേഷൻ, ആ സാഹചര്യങ്ങളിൽ നമ്മുടെ വചനം നമ്മോട് എന്താണ് പറയുന്നു എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കൂടെ ഞാൻ നിങ്ങളോട് അറിയിക്കാൻ പോകുന്നത്. നമ്മുടെ പരിശുദ്ധാത്മാവ് സാന്നിധ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ വഴി നടത്താൻ നമ്മുടെ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുണ്ട്. ദൈവത്തിൻ്റെ വചനം നമ്മുടെ കൂടെയുണ്ട്. ഈ ലോകത്തിൽ പലതും നമ്മെ നോക്കി കള്ളം പറയുന്ന സമയത്ത് വചനവും പരിശുദ്ധാത്മാവും നമ്മളെ നോക്കി യഥാർത്ഥ സത്യം, നീ എന്താണ്, നീ ഇതിൽ കൂടെയാണ് കടന്നു പോകുന്നത് എന്ന് നമ്മോട് അരുളി ചെയ്യുവാനായിട്ട് നമ്മുടെ കൂടെ തന്നെയുണ്ട്. ദൈവത്തിൻ്റെ വചനത്തിനായിട്ടും പരിശുദ്ധാത്മാവിനായിട്ടും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ചെറിയൊരു ഷോർട്ട് മെസ്സേജിലോട്ട് നമുക്ക് കിടക്കാം. ദൈവം മഹത്വം എടുക്കുമാറാകട്ടെ. ഇന്ന് എടുക്കാൻ പോകുന്ന മെസ്സേജിൻ്റെ ഹെഡിങ് എന്ന് പറയുന്നത് ട്രയൽസ് ആൻഡ് ടെംപ്റ്റേഷൻ. നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ ട്രയൽസ് ആൻഡ് ടെംപ്റ്റേഷൻസ് നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട്. ആക്ച്വലി ഇതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന വേദഭാഗം യെശയ്യാവ് 43:1 മുതൽ തുടർച്ചയായിട്ടൊരു 6 വേഴ്സസ് നമ്മൾ അതിനായിട്ട് എടുക്കുന്നുണ്ട്. നമുക്കൊന്ന് ദൈവത്തിൻ്റെ കൃപയാൽ നമുക്കൊന്ന് അതിനെ വായിച്ച് കേൾക്കാം. യെശയ്യാവ് 43: ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവികയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തുപോകുകയില്ല. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. നിന്റെ ദൈവവും ഇസ്രായേലിൻ്റെ പരിശുദ്ധനുമായ യഹോവ എന്ന ഞാൻ, നിന്റെ രക്ഷകൻ, നിന്റെ മറുവിലയായി ഞാൻ മിസ്രയീമിനെയും നിനക്ക് പകരമായി കൂഷിനെയും സബയെയും കൊടുത്തിരിക്കുന്നു. നീ എനിക്ക് വിലയേറിയവനും മാന്യനും ആയി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് പകരം മനുഷ്യരെയും നിന്റെ ജീവന് പകരം ജാതികളെയും കൊടുക്കുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നിന്റെ സന്തതിയെ ഞാൻ കിഴക്ക് നിന്ന് വരുത്തുകയും പടിഞ്ഞാറ് നിന്ന് നിന്നെ ശേഖരിക്കുകയും ചെയ്യും. ആക്ച്വലി ഇവിടെ യേശുപ്പച്ച ഫസ്റ്റ് 43-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു. 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. അപ്പോൾ എനിക്കുള്ള ഞാൻ നിനക്ക് ക്രിസ്തുവായ യേശു, അതായത് യേശു ക്രിസ്തു പേർ ചൊല്ലി വിളിച്ച് ക്രിസ്തുവിനുള്ള ഒരു പർട്ടിക്കുലർ ആ ഏരിയയിലുള്ളവർക്കാണ് താഴെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ബാധകമായിട്ടുള്ളത്. ഇതിപ്പോൾ യാക്കോബിനെക്കുറിച്ചും ഇസ്രായേലിനെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മളെ ദൈവത്തിൻ്റെ രക്തം കൊടുത്തിട്ട് കാൽവരി ക്രൂശിലെ യാഗമായിട്ട് നമ്മളെയും ദൈവം വിലയ്ക്ക് വാങ്ങിച്ചിരിക്കുകയാണ്. നമ്മൾ ദൈവത്തിനുള്ളവരാണ്. അപ്പോൾ നമുക്കായിട്ട് നമുക്കത് റിസീവ് ചെയ്യാൻ സാധിക്കും. ദൈവത്തിൻ്റെ പാർഷ്യാലിറ്റി ഇല്ല. ദൈവത്തിന് അന്ന് ദൈവം എങ്ങനെയായിരുന്നോ ദൈവം ഇന്നും അങ്ങനെയാണ്. ദൈവം യാക്കോബിനോട് പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മളോട് ദൈവം ഇടപെടുന്നത്. ഇതിൽ ട്രയൽസ് ആൻഡ് ടെംപ്റ്റേഷൻ എന്ന് പറയുമ്പോൾ വചനത്തിൽ യെശയ്യാ 43:1-3-4 ഇതിലൊക്കെ പറയുന്നത് 3 തരത്തിലുള്ള ട്രയൽസ് ആൻഡ് ടെംപ്റ്റേഷനെ കുറിച്ച് പറയുന്നുണ്ട്. അതേതൊക്കെയാണ്? നമ്മൾ ചിലപ്പോൾ നമ്മുടെ സാഹചര്യത്തിൽ വാട്ടറിൽ കൂടെ സഞ്ചരിക്കേണ്ട സാഹചര്യം ഉണ്ടാവും. പാസ് ത്രൂ ദ വാട്ടേഴ്സ്. ജസ്റ്റ് സെക്കൻഡ് വൺ ഈസ് പാസ് ത്രൂ ദ റിവേഴ്സ്. നമുക്ക് റിവേഴ്സിൽ കൂടെ കടന്നു പോകേണ്ട സാഹചര്യം ഉണ്ടായിരിക്കാം. പിന്നെ വാക്ക് ത്രൂ ദ ഫയർ, അതായത് ഫയറിൽ കൂടെ നടക്കേണ്ട സാഹചര്യം ഉണ്ടായിരിക്കും. ഇതെല്ലാം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വരുന്ന സാഹചര്യങ്ങളാണ്. ഇവിടെ വാട്ടേഴ്സ് എന്ന് യൂസ് ചെയ്തിരിക്കുന്നത് എന്താണ്? നമ്മുടെ ജീവിതത്തിൽ ഓരോ നീഡ്സ്. ബൈബിൾ റെഫർ ചെയ്യുമ്പോൾ ആണെങ്കിൽ വാട്ടർ എന്ന് പറയുമ്പോൾ അതൊരു നീഡാണ്. ഒരു വ്യക്തിക്ക് വാട്ടർ എന്തിനാണ്? അത് ദൈവത്തിൻ്റെ ജീവജല നദി ആയാലും നമ്മളുടെ നോർമൽ വാട്ടർ ആയാലും അത് നമ്മൾ എന്തിനാണ് സ്വീകരിക്കുന്നത്? അത് നമുക്ക് കുടിച്ച് നമ്മുടെ ദാഹം തീർക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരു പർട്ടിക്കുലർ ടൈമിൽ നമുക്കൊരു വാട്ടറിനൊരു ദാഹം വന്നു കഴിഞ്ഞാൽ ആ വാട്ടർ നമുക്കത് യൂസ് ചെയ്ത് നമുക്കത് കുടിച്ച് നമ്മുടെ ദാഹം തീർക്കാൻ സാധിക്കും. അതുപോലെ നമ്മുടെ ജീവിതങ്ങളിൽ പല തരത്തിലുള്ള നീഡ്സ് നമുക്ക് വരാറുണ്ട്.
എന്തിനാ? ഇപ്പോൾ ഒരു വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടിയാണെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള സമ്പത്ത് ആവശ്യമാണ്. അതുപോലെ ഒരു രോഗാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് എന്താ, രോഗത്തിൽ നിന്നൊരു വിടുതൽ, സൗഖ്യം അവരുടെ ശരീരത്തിന് ആവശ്യമാണ്. ഒരു മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ എന്താ, ആ വ്യക്തിക്ക് ഒരു സമാധാനം ആവശ്യമാണ്, ഒരു സന്തോഷം ആവശ്യമാണ്. അതായത് ഇപ്പോഴത്തെ യൂത്തിനൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവരുടെ പല കാര്യങ്ങളും നടക്കാതെ വരുമ്പോൾ അവരെല്ലാം ഡിപ്രസ്ഡ് ആയിട്ട് പോകുന്നൊരു സാഹചര്യമുണ്ട്. ആ ഡിപ്രസ്ഡ് അവസ്ഥയിൽ നമുക്ക് എന്താണ് ആവശ്യം? ദൈവത്തിൻ്റെ ഒരു സമാധാനം, സന്തോഷം, ഇതൊക്കെ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻസിനെയാണ് ഇവിടെ വാട്ടേഴ്സ്, അതായത് ഇങ്ങനെയുള്ള പല വാട്ടേഴ്സ് എന്നാണ് അഭിസംബോധന ചെയ്തിരിക്കുന്നത്. ഒരു വാട്ടർ അല്ല, പല വാട്ടേഴ്സ്, എന്നാൽ പലതിനോടും നമുക്കൊരു നീഡ് തരുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാം. അതൊരു ട്രയൽസായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ആ സാഹചര്യങ്ങൾ നമുക്കുണ്ടാകുന്ന പല ടെംപ്റ്റേഷൻസ് നമുക്ക് ഉണ്ട്. അതുപോലെ തന്നെ വെൻ വി പാസ് ത്രൂ ദ റിവേഴ്സ് മീൻസ് എന്താ? റിവർ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഈ വാട്ടറിനെ പോലെയല്ല, ഇച്ചിരി വാട്ടറുകൾ ചേർന്ന് അതായത് ഒത്തിരി കണികൾ വാട്ടർ ചേർന്നാണ് എന്തായിരിക്കുന്നത്, റിവേഴ്സ് ആയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് വാട്ടർ എന്ന് പറയുമ്പോൾ ഇച്ചിരി ഒരു വാട്ടർ നമ്മൾ നടന്നു പോകുമ്പോൾ അതിൻ്റെ പുറത്ത് നമ്മളിവിടെ ഇട്ട് കഴിഞ്ഞാൽ ആ വാട്ടർ നമുക്ക് ചാടിക്കിടക്കാം, അല്ലയോ? ചാടിക്കിടക്കാം. പക്ഷെ ഒരു റിവർ ആണെങ്കിൽ നമുക്ക് ചാടിക്കിടക്കാൻ സാധിക്കുമോ? ഒരിക്കലും ഇല്ല, ചാടിക്കിടക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ ആ സാഹചര്യങ്ങളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇതിനെ ഓവർകം ചെയ്യാൻ കഴിയത്തില്ല. എൻ്റെ ജീവിതത്തിൽ വരുന്ന ഈ സിറ്റുവേഷനെ എനിക്ക് ഓവർകം ചെയ്യാൻ കഴിയത്തില്ല. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പല കാര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ അതിലൊരു കാര്യമായിട്ട് ഞാൻ പറയാം, ഒരു ടെംപ്റ്റേഷൻ ആ ടൈമിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ എൻ്റെ ഈ സാഹചര്യം, എൻ്റെ മനസ്സിന് ഏറ്റവും ഒരു മുറിവ്, എന്തെങ്കിലും ഒരു സാഹചര്യങ്ങളിൽ എനിക്ക് ഏറ്റവും മുറിവ്, എനിക്കിതിനെ ഓവർകം ചെയ്യാൻ കഴിയത്തില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു വ്യക്തി കടന്നു പോകുമ്പോൾ ആ വ്യക്തിക്ക് 2 ചോയ്സ് ഉണ്ട് ഈ ലോകത്തോട്ട് എടുക്കാനായിട്ട്. എന്താ? ഒന്നേ നമുക്ക് ദൈവത്തെ സ്വീകരിക്കാം, അല്ലെങ്കിൽ മോസ്റ്റ് ആൾക്കാരും ചെയ്യുന്ന ഒരു കാര്യമാണ് ലോകത്തിലോട്ട് നമ്മൾ കാല് വയ്ക്കുക, അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് ലോകത്തിലോട്ട് വയ്ക്കും. കാരണം എന്താ? മോസ്റ്റ് ഈസി ആക്സസിബിൾ എന്ന് പറയുന്നത് ലോകമാണ്. പെട്ടെന്ന് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് എന്താ ലോകത്തിലുണ്ട്. എനിക്കിപ്പം പെട്ടെന്നൊരു സമാധാനം എന്ന് പറഞ്ഞാൽ എന്താ? ഒരാൾക്ക് ഇപ്പം എനിക്ക് എൻ്റെ മനസ്സിലുള്ള വിഷമം മാറ്റുന്നത് എന്തിനാ? ആൽക്കഹോൾ ചിലവൻ ചൂസ് ചെയ്യും, ഡ്രഗ്സ് ചൂസ് ചെയ്യും, അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പല മീഡിയാസിലുള്ള പല രീതിയിലോട്ട് സോഷ്യൽ മീഡിയാസൊക്കെ അവർ യൂസ് ചെയ്ത് അവരുടെ മൈൻഡ് ഡൈവേർട്ട് ചെയ്യാനും അങ്ങനത്തെ പല കാര്യങ്ങൾ ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് അത്? നമ്മൾ ടെംപ്റ്റഡ്, ആ സാഹചര്യത്തിൽ പിശാച് നമ്മളെ ടെംപ്റ്റ് ചെയ്യുക. എന്താ? ഈ സാഹചര്യത്തിലൂടെ നീ കടന്നു പോകുമ്പോൾ നീ ഇങ്ങനെ പ്രവർത്തിക്കണം. ദൈവത്തെ സ്വീകരിക്കാതെ നീ ആരെ സ്വീകരിക്കണം? ലോകത്തെ സ്വീകരിക്കണം. അതായത് പിശാചായ സാത്താനെ, അതായത് എവിളിനെ സ്വീകരിക്കണം. അങ്ങനെ ഒരു ടെംപ്റ്റേഷൻ ആ സാഹചര്യങ്ങളിൽ വരും. പിശാചിൻ്റെ ഏറ്റവും വലിയൊരു തന്ത്രമാണ് നമ്മുടെ നീഡ്സിലും നമ്മുടെ ഓരോ അൺനെസസറി ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പർവ്വത സമാനമായ പ്രോബ്ലംസിൽ നമ്മളെ ഏതിലോട്ട്? ലോകത്തിലോട്ട് വലിച്ചുകൊണ്ട് പോകാൻ പിശാച് ശ്രമിക്കും. അതുപോലെ തന്നെ ഐഷ്യ 43 വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. വെൻ വാക്ക് ത്രൂ ദ ഫയർ എന്നാ, നമുക്ക് ഈ വാട്ടർ എന്ന് പറഞ്ഞാലും റിവർ എന്ന് പറഞ്ഞാലും ദർ ഇസ് എ പോസിബിലിറ്റി, നമുക്കൊരു പോസിബിലിറ്റി പറയാം. പക്ഷെ ഫയർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ നോർമൽ ഫയർ, ഒരു ജസ്റ്റ് നമ്മളോട് ഒരു വിരൽ തന്നെ ആ ഫയറിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? തീർന്നു, നമ്മുടെ കൈയെല്ലാം പൊള്ളി. പിന്നെ അത് യൂസബിൾ അല്ല, റീയൂസ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. ഒരു പർട്ടിക്കുലർ സമയം കഴിഞ്ഞ് അതിൽ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ, ഫയറിൽ കണ്ടിന്യൂ ചെയ്താണെങ്കിൽ മൊത്തം ബേണായി പോകും. നമ്മുടെ കൈയായാലും നമ്മുടെ ശരീരമായാലും എന്തായാലും അത് ബേണായി പോകും. അങ്ങനത്തെ സിറ്റുവേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹ്യൂമൻ ബീയിങ്സിനെ കൊണ്ട് അത് എനിക്ക് സക്സസ് ആക്കാൻ കഴിയത്തില്ല. ഈ സാഹചര്യത്തിൽ കൂടെ കടന്നു പോയാൽ ഞാൻ എൻ്റെ ജീവിതം തീർന്നു. അതായത് എനിക്കിനി അടുത്തൊരു ജീവിതമില്ല, അല്ലെങ്കിൽ എനിക്ക് എന്തുവാ പറയാനാ, ഞാനെന്ന വ്യക്തി ഇവിടെ വെച്ച് അവസാനിക്കുന്നു. അങ്ങനെയുള്ള സിറ്റുവേഷൻസ്, ആ സിറ്റുവേഷൻസിൽ പിശാച് നമ്മൾ എന്ത് ചെയ്യും? ട്രയൽസാണ്, ടെംപ്റ്റേഷൻസാണ് ആ ടൈമിൽ തരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻ വരും. അപ്പോൾ അതായത് ഫയറിൽ കൂടെ കടന്നാൽ, ഒറിജിനൽ ഫയർ അല്ല അവിടെ പറയുന്നത്. ആ സാഹചര്യങ്ങൾ ആൾക്കാർ എന്ത് ചൂസ് ചെയ്യും? ആത്മഹത്യ എന്നുള്ളൊരു കണ്ടീഷനിലോട്ട് ആൾക്കാർ പോകുന്ന ഒരു സിറ്റുവേഷനാണ് ജീവിതത്തിൽ ഫയറിങ് സിറ്റുവേഷൻസ്.
ആ ഫയറിങ് സിറ്റുവേഷൻസ് വരുന്ന സാഹചര്യങ്ങൾ ആൾക്കാരെ ഏതിലോട്ട് പോകും? ആത്മഹത്യ എന്നുള്ള ചിന്തയിലോട്ട് പോകും. അപ്പോൾ ഇതെല്ലാം, അതായത് ഒരു റിവർ വാട്ടേഴ്സിൻ്റെ നീഡായിക്കൊണ്ട് പോട്ടെ, അല്ലാതെ തന്നെ റിവേഴ്സ്, അതായത് ആ സാഹചര്യം നമുക്ക് കടന്ന് നമുക്ക് ജയിക്കണം, അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ആയിക്കൊണ്ട് പോട്ടെ, എന്നെ മുക്കിക്കളയും, അതായത് എന്നെ തീർത്ത് കളയും, അതായത് എനിക്കിനി തുടർന്ന് ഒരു ജീവിതം ഇല്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ ആയിക്കൊണ്ട്, ഫയറിങ് സിറ്റുവേഷൻ ആയിക്കൊണ്ട് പോട്ടെ, ഇതിനെല്ലാത്തിനും ദൈവം വചനത്തിലൂടെ പറയുന്നത് എന്താണെന്നറിയാമോ? നീ ഇതിൽ കൂടെയൊക്കെ കടന്നു പോകും, നിൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ സംഭവിക്കും, അതായത് സംഭവിക്കും. പക്ഷെ നീ ഒന്ന് ഓർക്കണം, നീ ഈ സിറ്റുവേഷൻസിനെ കാണുന്നുണ്ടായിരിക്കും, ഈ സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുന്നുണ്ടായിരിക്കും, പക്ഷേ നീ ഒരു കാര്യം ഓർക്കുക. അതാണ് ദൈവം ഈ വചനത്തിൽ കൂടെ നമ്മളോട് സംസാരിക്കുന്നത്. ഐശയ്യാ 43 വേഴ്സ് 3, 4, 5, 6 ഇതൊക്കെ ശ്രദ്ധയോടെ വായിക്കാം. അതിൽ ദൈവം പറയുന്നത് എന്താണ്? ഹീസ് അവർ ലോഡ്. അതായത് ജീസസ് ക്രൈസ്റ്റ് നമ്മളുടെ ലോഡാണ്. അതായത് ഹീസ് അവർ സേവിയർ, നമ്മളെ രക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മൾ പലപ്പോഴും ഈ ടെംപ്ടേഷനിലും ട്രയൽസിലും കൂടെ കടന്നു പോകുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ വരുന്ന കാര്യം എന്താണ്? എന്നെ രക്ഷിക്കാൻ ആരുമില്ല, ഞാനായിട്ട് ഇതിനെ രക്ഷപ്പെടണം, എനിക്കായിട്ട് ഇതിനെ ഓവർകം ചെയ്യണം. ആ സാഹചര്യങ്ങളിൽ ഒരു മനുഷ്യ വ്യക്തികൾ നമ്മളെ സഹായിക്കാനായിട്ട് ചിലപ്പോൾ കാണത്തില്ല, ചിലപ്പോൾ എന്നല്ല, മോസ്റ്റ് പ്രോബബ്ലി 100% ഒരു വ്യക്തിക്ക് നമ്മളെ ആ സാഹചര്യത്തിൽ സഹായിക്കാൻ കഴിയത്തില്ല. കാരണം നമ്മുടെ മനസ്സിൽ കൂടെ കടന്നു പോകുന്ന, നമ്മുടെ ചിന്തയിൽ കൂടെ കടന്നു പോകുന്ന ആ വിചാരങ്ങളെ നമുക്ക് ഒരു വ്യക്തിയോട് പറയാൻ തന്നെ ആ സാഹചര്യത്തിൽ ചിലപ്പം കഴിഞ്ഞെന്ന് വരത്തില്ല. നമുക്കത് മറ്റൊരു വ്യക്തിക്ക് അത് മനസ്സിലാക്കണമെന്നുമില്ല. കാരണം ഈ ലോകത്തിലുള്ള എല്ലാ ഹ്യൂമൻസ് ബീങ്സിന് ലിമിറ്റേഷൻസ് ഉണ്ട്. ഒരു വ്യക്തിയുടെ, ഇപ്പം ഞാനിത് പറയുന്നു, അപ്പം കേൾക്കുന്ന നിങ്ങളുടെ ഹൃദയത്തെ മനസ്സിലാക്കാൻ എനിക്ക് ലിമിറ്റേഷൻ ഉണ്ട്, എൻ്റെ ഹൃദയത്തെ മനസ്സിലാക്കാൻ നിങ്ങൾക്കൊരു ലിമിറ്റേഷൻ ഉണ്ട്. അപ്പം ദൈവത്തിന് മാത്രമേ ഒരു ലിമിറ്റേഷൻ, അൺലിമിറ്റഡ് ആയിട്ട്, അതായത് ഒരു വ്യക്തിയെ മനസ്സിലാക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഓരോ വിചാരങ്ങളെയും ദൈവം അറിയുന്നു, അത് ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. അപ്പോൾ നമ്മൾ തന്നെ ചിന്തിക്കണം, ഇപ്പം എന്നെ അറിയാത്ത ഒരു വ്യക്തി എൻ്റെ കൂടെ ഇരിക്കുന്നതാണോ നല്ലത്? എന്നെ സകലതും അറിയുന്ന എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഇരിക്കുന്നതാണോ നല്ലത്? അപ്പം നമ്മൾ ആ സാഹചര്യത്തിൽ എന്താ, എൻ്റെ കർത്താവ് കൂടെ ഇരിക്കാനാണ്. ഇപ്പം ഞാനൊരു ടെംപ്ടേഷനിൽ കൂടെ കടന്നു പോകുമ്പോൾ, ഒരു ട്രയൽസിൽ കൂടെ കടന്നു പോകുമ്പോൾ ഞാൻ പറയും, എൻ്റെ കർത്താവാണ് എൻ്റെ കൂടെ ഇരിക്കേണ്ടത്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ, എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഇരിക്കുമോ? അല്ലയോ? ഞാൻ മാത്രം സ്വയമായിട്ടാണോ ഇതിൽ കൂടെ പോകുന്നത്? എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഇരിക്കുമോ? അതാണ് വചനം എന്താ പറയുന്നത്? ഹീസ് അവർ ലോഡ്. ദൈവം നമ്മുടെ ലോഡാണ് ജീസസ് ക്രൈസ്റ്റ്. ഹീസ് അവർ സേവിയർ. യേശുപ്പച്ചൻ്റെ ഡ്യൂട്ടി തന്നെ നമ്മളെ സേവ് ചെയ്യുക എന്നുള്ളതാണ്, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുക, നമ്മളെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ദൈവം ഐശയ്യാ 43 വേഴ്സ് 5 പറയുന്നതല്ല, ഹീസ് വിത്ത് അസ്, നമ്മുടെ കൂടെ ദൈവം ഉണ്ട്. ഐശയ്യാ 43 വേഴ്സ് 4 പറയുന്നത് എന്താ? വി ആർ പ്രിഷ്യസ് ആൻഡ് ഹോണേർഡ് ഇൻ ഹിസ് സൈറ്റ്. ദൈവത്തിൻ്റെ കണ്ണിൽ നമ്മൾ വളരെ പ്രിഷ്യസ് ആണ്. ഇപ്പം നമ്മളൊരു സ്വർണം, ഇപ്പം വജ്രം കയ്യിൽ കിട്ടിയാൽ തന്നെ എന്തുമാത്രം കെയർഫുള്ളായിട്ടായിരിക്കും അതിനെ നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ അതിനേക്കാൾ ഉപരി ദൈവത്തിൻ്റെ കണ്ണിൽ നമ്മളെന്താണ്? പ്രഷ്യസ് ആണ്. അപ്പോൾ അങ്ങനെ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു വസ്തുവിനെ തകരാൻ ദൈവം അനുവദിക്കുമോ? ഒരിക്കലും ഇല്ല. നമ്മൾ ദൈവത്തിൻ്റെ കണ്ണിൽ പ്രഷ്യസ് ആണ്. ദൈവം നമ്മോട് കൂടെ ഇരിക്കുന്നു, ദൈവം നമുക്ക് വേണ്ടി സംസാരിക്കുന്നു എന്ന് ഐശയ്യാ 43 വേഴ്സ് 6 പറഞ്ഞു. ഹി വിൽ സ്പീക്ക് ഫോർ അസ്. നമുക്ക് വേണ്ടി പ്രതിസന്ധികളോട് സംസാരിക്കാൻ ആർക്ക് കഴിയും? നമ്മോട് കൂടെ ഇരിക്കുന്ന ദൈവത്തിന് കഴിയും. അപ്പോൾ ഞാൻ ഇത് ഇത്രയും പറഞ്ഞു. നമ്മൾ എല്ലാം അറിയുന്ന ദൈവം നമ്മുടെ കൂടെ ഇരിക്കണം, നമ്മൾ ആഗ്രഹിക്കുന്നു ദൈവം കൂടെ ഇരിക്കുമോ എന്നൊക്കെ പറഞ്ഞു. അതിൽ ദൈവം എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ ഞാൻ പറയുന്നതല്ലല്ലോ, ക്രിസ്തു എന്താണ് പറയുന്നത്, വചനത്തിൽ എന്താ പറയുന്നത്? വെൻ യു പാസ് ത്രൂ ദ വാട്ടേഴ്സ്, അതായത് വെൻ വി പാസ് ത്രൂ ദ വാട്ടേഴ്സിൽ കൂടെ പാസ് ചെയ്യുന്ന സമയത്തിൽ ദൈവം എന്താ പറയണത്? ഐ വിൽ ബി വിത്ത് യു. ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ദൈവത്തിൻ്റെ പ്രോമിസാണ്. ദൈവം വാക്ക് പറഞ്ഞാൽ മാറാത്ത കർത്താവാണ്. നമ്മൾ എത്രത്തോളം നീഡ്സിൽ കൂടെ നമ്മുടെ ജീവിതം, അതായത് ഫിസിക്കൽ നീഡ്സ് ആയിക്കൊണ്ട് പോട്ടെ, നമ്മുടെ എല്ലാ സാമ്പത്തിക സകലതും എന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ, സ്പിരിച്വൽ നീഡ്സ് ആയിക്കൊണ്ട് പോട്ടെ, നമ്മുടെ ഈ എറ്റേണൽ ലൈഫിലുള്ള, അതായത് എറ്റേണൽ ലൈഫ് മീൻസ് ഔട്ട്സൈഡ്, നമ്മുടെ ഈ മരണം കഴിഞ്ഞതിന് ശേഷം ക്രിസ്തുവായിട്ടുള്ളൊരു ജീവിതം, അതിന് നമ്മുടെ ഈ ലോകത്തിലുള്ള ഈ എർത്ത് റിലേറ്റിലുള്ള പല കാര്യങ്ങളും നമ്മൾ ക്ലിയർ ചെയ്താൽ മാത്രമേ അതിലോട്ട് പോകത്തുള്ളൂ. അപ്പോൾ ആ നീഡ്സ് ആയിക്കൊണ്ട് പോട്ടെ, അതായത് ഇപ്പം നന്നായിട്ട് എനിക്ക് വിശുദ്ധിയോടെ ഹോളിയോടെ ജീവിക്കണം എന്നുള്ള ആഗ്രഹം ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കാം. അപ്പോൾ ഉണ്ടായിരിക്കണം. അപ്പോൾ എങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ ആ പ്രത്യാശയുള്ള ഭവനത്തിലോട്ട് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഒരു നീഡ്സ് ആയിക്കൊണ്ട് പോട്ടെ, ഒരു സ്പിരിച്വാലിറ്റിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് അങ്ങനെ ജീവിക്കണമെന്നുള്ള ഒരു ആഗ്രഹം ആയിക്കൊണ്ട് പോട്ടെ. അപ്പോൾ അതിനുള്ള നീഡ്സും അതിനുള്ള ട്രയൽസും ടെംപ്ടേഷനും പിശാച് പലതും കൊണ്ടിടും. ആ സാഹചര്യങ്ങളിൽ നമുക്ക്
ആശ്രയിക്കാം. ദൈവം പറയാം, ഐ വിൽ ബി വിത്ത് യു. നിനക്ക് വേണ്ടി ഞാൻ സംസാരിക്കാൻ ഞാനുണ്ട്. നീ മൗനമായിരിക്കേണ്ട സാഹചര്യം ആയിരിക്കാം, പക്ഷെ ഞാൻ നിനക്ക് വേണ്ടിയിട്ട് സംസാരിക്കാമെന്നാണ് ക്രിസ്തു നമുക്ക് പ്രോമിസ് ചെയ്യുന്നത്. അടുത്തത്, വെൻ വി പാസ് ത്രൂ ദ റിവേഴ്സ്. നമ്മൾ പറഞ്ഞല്ലോ റിവേഴ്സ് എന്താ, നമുക്കിപ്പം നമുക്ക് ജയിക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് ഒരു വലിയ ഒരു സിറ്റുവേഷനാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, എന്നെക്കൊണ്ട് ഇത് ചെയ്യാൻ കഴിയാത്ത ഒരു സിറ്റുവേഷൻ, എനിക്ക് ഓവർകം ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ. അപ്പോൾ ദൈവം എന്തോ പറഞ്ഞു, ഇറ്റ് വിൽ നോട്ട് സ്വീപ്പ് ഓവർ യു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിറ്റുവേഷൻ അങ്ങ് പോകുന്നല്ല, അത് നിന്നെ മേൽ കവിയത്തില്ല എന്നാണ് പറയുന്നത്. ആ സിറ്റുവേഷൻ നിന്നെ മുക്കിക്കളയില്ല. ഇപ്പോൾ ഒരു നദി എന്നെ ഉയർന്ന് ഒരു വ്യക്തിയെ മുക്കിക്കളയണമെങ്കിൽ എന്താ, ആ സിറ്റുവേഷൻ ആ വ്യക്തിയെക്കാളും മേലെയായിട്ട് വരണം, അല്ലയോ? അങ്ങനെ മേലെയായിട്ട് വന്നാൽ മാത്രമേ ആ വ്യക്തിയെ മുക്കിക്കളയാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഒരു ദൈവം നമ്മളോട് കൂടെ നിൽക്കുമ്പോൾ ആ റിവർ നമുക്ക് മീതെ കവിയത്തില്ല, പക്ഷേ നീ ആ സാഹചര്യങ്ങളിലൂടെ കടന്നു പോവാം, പക്ഷേ ആ സാഹചര്യം നിന്നെ മുക്കിക്കളയത്തില്ല. കാരണം എന്താണ്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഞാൻ നിന്നോട് കൂടെ ഇരിക്കുമ്പോൾ ഒരു റിവറിന് ഒരു സാഹചര്യത്തിൽ നിന്നെ മുക്കിക്കളയാൻ ഞാൻ നിന്നെ വിട്ടുകൊടുക്കത്തില്ല. കാരണം ഞാൻ അതിനെതിരെ നിനക്കെതിരെ ഞാൻ അതിനോട് സംസാരിക്കുന്നുണ്ട് എന്നാണ് യേശുപ്പച്ചൻ പറയുന്നത്. അടുത്ത്, വെൻ വി walk through the fire, when we walk, ബാക്കിയെല്ലാം വാട്ടേഴ്സും റിവേഴ്സും എന്നാണ് പാസ് എന്ന് വെച്ചാൽ പാസ് ചെയ്യുക, ജസ്റ്റ് പാസ് ചെയ്യുക. പക്ഷേ ഫയർ എന്ന് പറയുമ്പോൾ എന്താ, വെൻ വാക്ക് ത്രൂ ഫയറിൽ കൂടെ നടക്കുന്നു എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കണ്ടിന്യൂഡ് പ്രോസസ്സ്. അതായത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക നമ്മൾ ആ ഫയറിങ് പ്രോസസ്സിൽ കൂടെ, അതായത് നമ്മളിങ്ങനെ ആ സാഹചര്യങ്ങളിൽ കൂടെ നടന്നുകൊണ്ട് പോയി, ഒന്നല്ല പല സാഹചര്യങ്ങൾ ചിലപ്പോൾ മുന്നിലോട്ട് വന്ന് സ്റ്റെപ്പ് ബൈ ആയിട്ട് നമ്മൾ ആ സാഹചര്യങ്ങളിൽ കൂടെ ആയിരിക്കാം, ആ ഫയറിങ് സിറ്റുവേഷനിൽ കൂടെ ആയിരിക്കാം മുന്നോട്ട് പോകുന്നത്. അപ്പം ദൈവം എന്തോ പറയുന്നത്, ഇറ്റ് വിൽ നോട്ട് ബേൺ, അതായത് ഇറ്റ് വിൽ നോട്ട് ബേൺ യു, നിന്നെ ബേൺ ചെയ്യത്തില്ല എന്നാണ്. ഫ്ലെയിംസ് വിൽ നോട്ട് ഗെറ്റ് യു അബ്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തന്നെ എന്ന് വെച്ചാൽ ദഹിപ്പിച്ച് കളയത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫയറിൻ്റെ ഡ്യൂട്ടിയല്ല, ഫയറിൻ്റെ എന്താ അതിൻ്റെ തന്നെ ക്യാരക്ടർ എന്താണെന്ന് പറഞ്ഞാൽ അതിൽ വീണാലും അതിന് ബേൺ ചെയ്ത് കളയുക, നശിപ്പിച്ച് കളയുക. അത് പിന്നീട് നമുക്ക് കാണാൻ കഴിയത്തില്ല, അല്ലെങ്കിൽ ഒരു ചാരമായിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അങ്ങനത്തെ ആ സിറ്റുവേഷനിൽ അങ്ങനത്തെ ചാൻസ് ഉണ്ട്. നീ കടന്നു പോകുന്ന സിറ്റുവേഷന് നിന്നെ ബേൺ ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. ആ സിറ്റുവേഷന് കഴിയും, ചിലപ്പോൾ എന്നല്ല നിന്നെ കഴിയും, നിന്നെ ബേൺ ചെയ്യാൻ കഴിയും, നിന്നെ ഒരു ചാരമാക്കി കളയുവാൻ ആ സാഹചര്യത്തിന് കഴിയും, ആ സിറ്റുവേഷന് കഴിയും. പക്ഷേ ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്നാണ് യേശുപ്പച്ചൻ പറഞ്ഞത്. ഞാൻ നിന്നോട് കൂടെ ഉള്ളത് കൊണ്ട് അത് നിന്നെ ചാരമാക്കത്തില്ല, ആ സിറ്റുവേഷൻ നിന്നെ ഒന്നും ചെയ്യത്തില്ല. പക്ഷെ അപ്പോൾ ഈ വചനങ്ങളിൽ കൂടെ നമുക്ക് എന്താ മനസ്സിലാക്കാൻ കഴിയുന്നത്, ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വാട്ടേഴ്സ്, അതായത് നീഡ്സ് ഉണ്ടാവാം, പല പല നീഡ്സ് സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കാം. ഈ റിവേഴ്സ്, അതായത് സാഹചര്യങ്ങൾ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റാത്ത പല സാഹചര്യങ്ങളും ഉണ്ടായിരിക്കാം. ഞാൻ ഇവിടെ വെച്ച് തീരും എന്ന് പറയുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. അപ്പോൾ ഈ സാഹചര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ വരത്തില്ല എന്നല്ല, വരും. വചനത്തിലൂടെ എങ്ങനെയാണ് പറയുന്നത്, അങ്ങനത്തെ ഒന്നല്ല, അധികം നമ്മുടെ ജീവിതം ലൈഫ് ലോങ് അങ്ങനത്തെ സിറ്റുവേഷൻസ് വരും. ആ സമയത്തിൽ ദൈവം നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ്, ഇതിലെല്ലാത്തിലും ഞാനുണ്ട്, നീ എന്നുള്ളൊരു വ്യക്തി ഇതിൽ തകർന്നു പോകത്തില്ല. അതാണ് ദൈവം പറയുന്നത്. അപ്പോൾ ഈ സമയം മുതലെടുത്ത് സാധാരണ ഒരു കാര്യം ചെയ്യും, നമുക്ക് ടെംപ്ടേഷൻ തരും. എന്തിനാ ടെംപ്ടേഷൻ തന്നെ, ലോകത്തിലോട്ട് ചാടിക്കാൻ വേണ്ടിയിട്ട്. അതായത് എൻ്റെ കൂടെ നീ വാ, നീ ദൈവത്തിൻ്റെ കൂടെ നിൽക്കരുത്. ഈ സിറ്റുവേഷൻസൊക്കെ വരുമ്പോൾ അത് നമ്മളിൽ വരുന്ന കാര്യം, നമ്മൾ സിംഗിളാണ്, നമുക്കിതിനെ ഓവർകം ചെയ്യാൻ പറ്റത്തില്ല, നമ്മൾ തീർന്നു പോകും, ഇതിനെങ്ങനെയെങ്കിലും എനിക്ക് ഓവർകം ചെയ്യുന്ന പറയുമ്പോൾ പല മാർഗ്ഗങ്ങൾ നമ്മൾ ഈ ലോകത്തിലോട്ട് തേടുന്ന സാഹചര്യത്തിൽ പിശാച് ആ സാഹചര്യങ്ങളെ യൂസ് ചെയ്ത് എങ്ങോട്ട് വലിക്കും, ലോകത്തിലോട്ട് വലിക്കുമ്പോൾ ദൈവം അവിടെ ഉണ്ടാവുമോ? ഒരിക്കലുമില്ല. ദൈവം ഒരിക്കലും ലോകപരമായിട്ട് ജീവിക്കുന്നവരെ സപ്പോർട്ട് ചെയ്യാൻ ദൈവം വരത്തില്ല. കാരണം ദൈവം നീതിമാനാണ്, ദൈവം വിശുദ്ധനാണ്. വചനത്തിൽ തന്നെ പറയുന്നു, Isaiah 43:3 ഹീസ് ഹോളി, ദൈവം വിശുദ്ധനാണ്. അപ്പോൾ അശുദ്ധിയെ ദൈവം സപ്പോർട്ട് ചെയ്യത്തില്ല. അപ്പോൾ ലോകത്തിലോട്ട് വലിക്കുന്ന ആ സാഹചര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ വചനം ഓർക്കണം. കാരണം നമ്മൾ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള സകലതും വചനത്തിലുണ്ട്. വചനം എന്താ പറയുന്നത്, നിനക്കിതൊക്കെ വരും, ഈ സാഹചര്യങ്ങളെല്ലാം നിൻ്റെ ജീവിതത്തിൽ വരും. പക്ഷെ ഞാൻ ഓൾറെഡി നിന്നോട് സംസാരിക്കുകയാണ്, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, പിന്നെ നീ എന്തിനാണ് ഭയപ്പെടുന്നത്? നീ എന്നെ വിട്ടിട്ട് ലോകത്തിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ നദികൾ നിന്നെ മുക്കിക്കളയാൻ ചാൻസ് ഉണ്ട്, ഫയർ നിന്നെ ബേൺ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ലോകത്തിലോട്ട് നീ പോയി കഴിഞ്ഞാൽ അതെല്ലാം നിന്നെ നശിപ്പിക്കും. പക്ഷേ ഈ ടെംപ്ടേഷൻ ആൻഡ് ട്രയൽസൊക്കെ വരുന്ന സാഹചര്യങ്ങളിൽ നീ എന്നെ ഡിപ്പെൻഡ് ചെയ്യും, ക്രിസ്തു എന്നെ ഡിപ്പെൻഡ് ചെയ്താൽ ഞാൻ നിന്നെ സഹായിക്കാം, ഞാൻ നിന്നെ ഇതിനെ ഓവർകം ചെയ്യിപ്പിക്കാം.
ആക്ച്വൽ ഒരു മനുഷ്യൻ്റെ വിക്ടറി എന്ന് പറയുന്നത് ക്രിസ്തുവിൽ മാത്രമാണ്. നമ്മൾ ഈ ട്രയൽസും ടെംപ്റ്റേഷൻസും ഈ പല പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന സാഹചര്യങ്ങൾ നമ്മൾ അതിനെ നോക്കാതെ, ആ സാഹചര്യങ്ങളെ നോക്കാതെ എൻ്റെ കൂടെ നിൽക്കുന്ന ക്രിസ്തുവിനെ നോക്കുക. ക്രിസ്തുവിനെ നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു പെർമനൻറ്റ് വിക്ടറി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകത്തുള്ളൂ. ഒരിക്കലും നമ്മുടെ ജീവിതത്തെ ലോകത്തിലോട്ട് സമർപ്പിക്കരുത്. നമ്മളുടെ ജീവിതം എപ്പോഴും ദൈവത്തിൽ ആയിരിക്കണം. ഞാൻ ജയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി തീർച്ചയായിട്ടും ദൈവത്തെ മാത്രമേ മുൻനിർത്തി മുൻജീവിതം നയിക്കാവൂ. അല്ലാതെ ഒരു സാഹചര്യത്തിലാണെങ്കിൽ ഈ ലോകത്തിലോട്ട് പോയി കഴിഞ്ഞാൽ തൽക്കാല സുഖങ്ങളിൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിശാച് നമ്മളെ തകർക്കും. തീർച്ചയായിട്ടും പിശാചിന് നമ്മൾ ഒരു വാതിൽ തുറന്നു കൊടുത്ത് പിശാച് നമ്മളെ തകർത്തിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ കൂടെ ഷോർട്ടാക്കി ഒരു മീനിങ് ആയിട്ട് ഒരു കൺക്ലൂഷനായിട്ട് പറയുന്നത്, ട്രയൽസ് ആൻഡ് ടെംപ്റ്റേഷൻ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അനുവദിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അത് ഒന്നല്ല രണ്ടല്ല, പല സാഹചര്യങ്ങളിൽ പല രീതിയിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത സാഹചര്യങ്ങളിൽ എന്തൊക്കെയാണോ വരാനുള്ളതെന്ന് നമുക്കറിയത്തില്ല, എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതൊക്കെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാവാം. പക്ഷെ ആ സാഹചര്യങ്ങളെല്ലാം ദൈവം കൂടെയുണ്ട്, ദൈവം അത് വിടുവിക്കും. അതിനാൽ ദൈവത്തിൽ പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരം ജീവിച്ച് നമ്മുടെ ഈ ജീവിതം ജയിക്കുക. ദൈവം ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നുണ്ടെങ്കിൽ അത് സകലതും നമ്മുടെ ജീവിതത്തിനൊരു നന്മയ്ക്കായിട്ടായിരിക്കും. ഇത് ട്രയൽസ് ആൻഡ് ടെംപ്റ്റേഷൻ വരുമ്പോൾ നമ്മൾ വിക്ടറിയിൽ നിൽക്കണോ ഫെയിലുവറായിട്ട് നിൽക്കണോ എന്ന് ചിന്തിക്കേണ്ടത് ഒരു മനുഷ്യനായി നമ്മുടെ കടമയാണ്. നമ്മൾ ലോകത്തിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും ഫെയിലുവറാവും. ദൈവത്തെ സ്വീകരിച്ച് കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു വിക്ടറി പൊസിഷനിലോട്ട് നമ്മൾ പോകും. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഒരു പൊസിഷൻസും നമ്മളെ തളർത്താൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവനാമത്തിൽ ഇത് നിങ്ങൾക്ക് ബ്ലെസ്സിങ് ആയെന്ന് വിശ്വസിക്കുന്നു. യേശുപ്പച്ചൻ്റെ നാമം മഹത്വം എടുക്കട്ടെ. ആമേൻ.